ഹായ് ഓൾ, നമുക്ക് IPL 2024 നോക്കാം. IPL നിന്ന് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്, നമുക്ക് പഠിക്കാം. IPL 2024 കളിച്ച ആകെ ടീമുകളുടെ എണ്ണം 10. 17ാം സീസൺ വിജയികൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. എന്താണ് IPL 2024 17ാം സീസൺ വിജയികൾ എന്ന് പറയുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. അവർക്ക് ലഭിക്കുന്ന സമ്മാന തുക 20 കോടി രൂപ. കൊൽക്കത്തയുടെ മൂന്നാമത്തെ കിരീടമാണിത്. 2012-ലും 2014-ലും 2024-ലും അവർക്ക് കിരീടം ലഭിച്ചിട്ടുണ്ട്. ഏതൊക്കെ വർഷങ്ങളിൽ? 2012, 2014, 2024. IPL 2024 ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ. റണ്ണേഴ്സ് അപ്പ് സൺറൈസേഴ്സ് ഹൈദരാബാദ്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആരെ തോൽപ്പിച്ചത്? സൺറൈസേഴ്സ് ഹൈദരാബാദ്. റണ്ണേഴ്സ് അപ്പ് സൺറൈസേഴ്സ് ഹൈദരാബാദ്. അവർക്ക് ലഭിക്കുന്ന സമ്മാന തുക 12.5 കോടി രൂപ. പ്ലെയർ ഓഫ് ദി സീസൺ സുനിൽ നരേൻ. പ്ലെയർ ഓഫ് ദി സീസൺ സുനിൽ നരേൻ. എമർജിംഗ് പ്ലെയേഴ്സ് ഓഫ് ദ സീസൺ നിതീഷ് റെഡ്ഡി. എമർജിംഗ് പ്ലെയർ ഓഫ് ദ സീസൺ നിതീഷ് റെഡ്ഡി. ഓറഞ്ച് ക്യാപ്പ് ജേതാവ് വിരാട് കോഹ്ലി. ഓറഞ്ച് ക്യാപ്പ് കൊടുക്കുന്നത് ഏറ്റവും കൂടുതൽ റൺസ് എടുക്കുന്നവർക്ക് ലഭിക്കുന്ന കപ്പാണ് ഓറഞ്ച് കപ്പ്. അത് ലഭിച്ചത് വിരാട് കോഹ്ലി. പർപ്പിൾ ക്യാപ്പ് ഹർഷൻ പട്ടേൽ. പർപ്പിൾ ക്യാപ്പ് ആർക്കാണ് ലഭിക്കുന്ന? ഏറ്റവും കൂടുതൽ വിക്കറ്റിൽ എടുക്കുന്നവർക്ക് ലഭിക്കുന്ന കപ്പാണ് പർപ്പിൾ കപ്പ്. അത് ലഭിച്ചത് ഹർഷൻ പട്ടേൽ. ഫൈനലിലെ താരം മിച്ചൽ സ്റ്റാർക്ക്. കൊൽക്കത്തയുടെ മിച്ചൽ സ്റ്റാർക്കാണ് ഫൈനലിലെ താരം. ഫെയർ പ്ലേ അവാർഡ് ലഭിച്ചത് സൺറൈസേഴ്സ് ഹൈദരാബാദ്. ഫെയർ പ്ലേ അവാർഡ് ലഭിച്ചത് സൺറൈസേഴ്സ് ഹൈദരാബാദ്. കളിച്ച മലയാളി താരങ്ങൾ ഇത് ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. സഞ്ജു സാംസൺ രാജസ്ഥാൻ, ദേവ്ദത്ത് പടിക്കൽ ലക്നൗ, സന്ദീപ് വാര്യർ ഗുജറാത്ത്, വിഷ്ണു വിനോദ് മുംബൈ. ആരൊക്കെ? സഞ്ജു സാംസൺ, ദേവ്ദത്ത് പടിക്കൽ, സന്ദീപ് വാര്യർ, വിഷ്ണു വിനോദ്. സഞ്ജു, സന്ദീപ്, ദേവ്ദത്ത്, വിഷ്ണു, 4 പേര് പഠിക്കുക. ഫൈനൽ മത്സരവേദി MA ചിദംബരം സ്റ്റേഡിയം ചെന്നൈ. ഫൈനൽ വേദി എവിടെയായിരുന്നു? MA ചിദംബരം സ്റ്റേഡിയം ചെന്നൈ. ടൈറ്റിൽ സ്പോൺസർ എന്ന് പറയുന്നത് ടാറ്റ ഗ്രൂപ്പ്. ടൈറ്റിൽ സ്പോൺസർ ടാറ്റ ഗ്രൂപ്പ്. ഒരിക്കൽ കൂടെ പറയാം. IPL 2024 വിജയികൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. റണ്ണേഴ്സ് അപ്പ് സൺറൈസേഴ്സ് ഹൈദരാബാദ്. പ്ലെയർ ഓഫ് ദി സീസൺ സുനിൽ നരേൻ. ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ. എമർജിംഗ് പ്ലെയർ നിതീഷ് റെഡ്ഡി. ഓറഞ്ച് ക്യാപ്പ് വിരാട് കോഹ്ലി. പർപ്പിൾ ക്യാപ്പ് ഹർഷൻ പട്ടേൽ. ഫൈനലിലെ താരം മിച്ചൽ സ്റ്റാർക്ക്. ഫെയർ പ്ലേ അവാർഡ് സൺറൈസേഴ്സ് ഹൈദരാബാദ്. മലയാളി താരങ്ങൾ ആരൊക്കെ? സഞ്ജു സാംസൺ, സന്ദീപ് വാര്യർ, ദേവ്ദത്ത് പടിക്കൽ, വിഷ്ണു വിനോദ്. സ്പോൺസർ ചെയ്തത് ടാറ്റ ഗ്രൂപ്പ്. നമുക്ക് IPL വനിതയും കൂടെ പഠിക്കാം. 2024 രണ്ടാമത് വനിതാ പ്രീമിയർ ലീഗ് കിരീടം നേടിയത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. അപ്പോൾ വനിതാ പ്രീമിയർ ലീഗ് 2024 കിരീടം നേടിയത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. ആരെയാണ് പരാജയപ്പെടുത്തിയത്? ഡൽഹി ക്യാപിറ്റൽസിനെയാണ് പരാജയപ്പെടുത്തിയത്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ വനിതാ പ്രീമിയർ ലീഗ് കിരീടം നേടി ഡൽഹി ക്യാപിറ്റൽസിനെ പരാജയപ്പെടുത്തി. അപ്പോൾ റണ്ണേഴ്സ് അപ്പ് ആരാണ്? ഡൽഹി ക്യാപിറ്റൽസ്. ടൂർണമെൻറ്റിലെ മൂല്യമേറിയ താരം ദീപ്തി ശർമ്മ UP വാരിയേഴ്സ്. ടൂർണമെൻറ്റിലെ മൂല്യമേറിയ താരമാണ് ദീപ്തി ശർമ്മ UP വാരിയേഴ്സ്. ഇവിടെ ഓറഞ്ച് ക്യാപ്പ് ലഭിച്ചത് എലിസ് പെറി ബാംഗ്ലൂർ. പുരുഷ IPL ആണെങ്കിൽ ആർക്കാണ് ലഭിച്ചത് ഓറഞ്ച് ക്യാപ്പ്? വിരാട് കോഹ്ലി. ഇവിടെ ഓറഞ്ച് ക്യാപ്പ് ലഭിച്ചത് എലിസ് പെറി ബാംഗ്ലൂർ. പർപ്പിൾ ക്യാപ്പ് ഇവിടെ ലഭിച്ചത് ശ്രേയങ്ക പാട്ടീൽ ബാംഗ്ലൂർ. പുരുഷ IPL പർപ്പിൾ ക്യാപ്പ് ലഭിച്ച ആർക്കാണ്? ഹർഷൻ പട്ടേൽ. ഇവിടെ പർപ്പിൾ ക്യാപ്പ് ശ്രേയങ്ക പാട്ടീൽ. ആരാണ്? ശ്രേയങ്ക പാട്ടീൽ. ഓറഞ്ച് ക്യാപ്പ് എലിസ് പെറി. ഓക്കെ. കൂടുതൽ സിക്സസ് നേടിയത് ഷഫാലി ശർമ്മ. ആരാണ് കൂടുതൽ സിക്സസ് നേടിയത്? ഷഫാലി ശർമ്മ, ഡൽഹി ക്യാപിറ്റൽസ്. ഷഫാലി ശർമ്മ ഏതിലാണ്? ഡൽഹി ക്യാപിറ്റൽസ്. എമർജിംഗ് പ്ലെയർ എന്ന് പറയുന്നത് ശ്രേയങ്ക പാട്ടീൽ. ബാംഗ്ലൂരിൻ്റെ ശ്രേയങ്ക പാട്ടീലാണ് എമർജിംഗ് പ്ലെയർ. ഈ പോയിന്റ് കൂടെ നോക്കാം. ഇക്കുറി വനിതാ പ്രീമിയർ ലീഗിൽ കളിക്കാൻ അവസരം കിട്ടിയ 3 മലയാളികളുണ്ട്. അത് ആരൊക്കെയാണ്? ആശ ശോഭന ഏതിലാണ്? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. മിന്നുമണി ഡൽഹി ക്യാപിറ്റൽസ്. സജന സജീവൻ മുംബൈ ഇന്ത്യൻസ്.
വനിതാ പ്രീമിയർ ലീഗിൽ കളിക്കാൻ അവസരം കിട്ടിയ മലയാളികൾ ആരൊക്കെയാണ്? ആശ ശോഭന റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ, മിന്നുമണി ഡൽഹി ക്യാപിറ്റൽ, സജന സജീവൻ മുംബൈ ഇന്ത്യൻസ്. അപ്പോൾ IPL 2024, IPL വനിത 2024 നമ്മൾ നോക്കി. ഓക്കെ.